ക്രിസ്റ്റി ക്രിസ്റ്റി ഉറങ്ങുകയാണോ? ഞങ്ങൾ ഈ മുറിയിൽ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോരാ, എണ്ണി പറയണം. ട്രൈ ഇറ്റ്. 40 അല്ല 60 നോ 100. ഒരുപാട് പേരുണ്ട്. I see thousands of faces. 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 ക്രിസ്റ്റി, എന്നെ അറിയില്ലേ? അറിയില്ലേ? അറിയാം. ക്രിസ്റ്റിക്ക് എന്താ പ്രശ്നം? ഞാൻ പറയട്ടെ, യു ആർ എ ബാസ്റ്റർഡ്. ക്രിസ്റ്റിക്ക് അച്ഛനില്ല അല്ലേ? ആരാ പറഞ്ഞു ക്രിസ്റ്റിക്ക് അച്ഛനില്ലെന്ന്? മമ്മ പറഞ്ഞോ? ഇല്ല. പിന്നെ ആര് പറഞ്ഞു? അയാൾ പറഞ്ഞു. ആര്? നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞു നടന്ന ആ മനുഷ്യൻ, മിസ്റ്റർ റൊസാരിയോ? അല്ല. പിന്നെ? അയാൾ. അതുകൊണ്ടാണോ മിസ്റ്റർ റൊസാരിയോയ്ക്ക് വിഷം കൊടുത്തത്? എന്തിനാ മനുഷ്യനെ കൊന്നത്? ഞാൻ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. അങ്ങനെ എളുപ്പം സത്യം പറയുമെന്ന് പ്രതീക്ഷിക്കണ്ട. ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. ഇപ്പൊ ക്രിസ്റ്റി നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയട്ടെ? എവിടെ? ഹോസ്പിറ്റൽ, മമ്മയുടെ ബെഡിനടുത്ത്. മമ്മ ബെഡിൽ കിടക്കുന്നു, ശരിയല്ലേ? ക്രിസ്റ്റിക്ക് മമ്മയെ കൊല്ലണം അല്ലേ? അതിനാണ് ഓക്സിജൻ ട്യൂബ് എടുത്ത് മാറ്റുന്നത് അല്ലേ? അല്ല. അതെ. പിന്നെന്തിനാണ് അത് ഡിസ്കണക്ട് ചെയ്തത്? മമ്മയ്ക്ക് ശ്വാസം കിട്ടാതിരിക്കാൻ തന്നെ. ദാ മമ്മ പിടയ്ക്കാൻ തുടങ്ങുന്നു. ക്രിസ്റ്റിയല്ലേ മമ്മയെ കൊന്നത്? അല്ല. പിന്നെ ആരാ? അയാളെ ക്രിസ്റ്റി കണ്ടോ? കണ്ടു. കാണുമ്പോ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ മമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ആരായാള്? അറിയില്ല. അയാള് തന്നെ. അയാൾ എന്നെ കണ്ടപ്പോ പേടിച്ചതുപോലെ, കാണാത്തതുപോലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അയാളുടെ പേരെന്താ? അറിയില്ല. കാഴ്ചയിൽ എങ്ങനെയുണ്ട്? ക്രിസ്റ്റിക്ക് കാണാം? കാണാം. എങ്ങനെയുണ്ട് പറയൂ. അവൻ ഡെത്താണ്. അവന്റെ വായിന്ന് ചോര ഡ്രിപ്പ് ചെയ്യുന്നു. കയ്യിൽ നീണ്ട വെപ്പനുണ്ട്. കണ്ണിൽ ചൊടല. അവനറിയാം ഞാൻ അവനെ കണ്ടുവെന്ന്. അതാണ് അവൻ പെട്ടെന്ന് ഓടിക്കളഞ്ഞത്. ശ്രീദേവി റൊസാരിയോ. റൊസാരിയോ ഫെർണാണ്ടസ്. അവര് ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. ആയിരുന്നു.
ഫിലിപ്പ് ഫിലിപ്പ് തെന്നലക്കൽ ജോർജ്. സാർ. യെസ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഫിലിപ്പും കുവൈറ്റ് മണിയും കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ദേവർ കോളേജ് മേറ്റ്സ്. സാർ. എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ശ്രീദേവി റൊസാരിയോയും റൊസാരിയോ ഫെർണാണ്ടസും കുവൈറ്റ് മണിയും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഫിലിപ്പ് തെന്നലക്കൽ ജോർജും 28-29 കൊല്ലം മുമ്പ് ഇൻ ദ ഏർലി 60s ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് ഷോക്കിംഗ് സാർ. അതുകൊണ്ട് ജോയി, നമുക്ക് ഇവിടം തുടങ്ങേണ്ടിയിരിക്കുന്നു. എനിക്ക് ആ കാലത്തിന്റെ ഒരു ഏകദേശ പിക്ചറെങ്കിലും കിട്ടണം. കോളേജിനും പുറത്തുമുള്ള ഇവരുടെ കളികൾ, അന്നത്തെ പ്രധാന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഈ ഗാങ്ങിൽ വേറെ ആരെങ്കിലും വേന്തന്മാരുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോ എന്ത് ചെയ്യുന്നു, കിട്ടാവുന്ന അത്രയും ഡീറ്റെയിൽ. ഐ വിൽ ഗെറ്റ് ഇറ്റ് സാർ. നമുക്ക് തീരെ സമയം കളയാനില്ല. അറിയാം സാർ. അന്ന് ചെറുപ്പത്തിന്റെ ഒരു ഓളം എന്നല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും. അപ്പൊ കൊല്ലപ്പെട്ട ജഡ്ജ് വാസുദേവും അന്ന് നിങ്ങളുടെ കമ്പനി ഉണ്ടായിരുന്ന ആളാ? അങ്ങനെയില്ല. വാസുദേവ് അന്ന് ലോ കോളേജിൽ പഠിക്കുകയായിരുന്നു. അതറിയാം. ചിലപ്പോഴൊക്കെ പുള്ളിയും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുമായിരുന്നു. നിങ്ങൾക്ക് ഈ സ്ത്രീയായിട്ട് എന്തായിരുന്നു ഇടപാട്? ഇടപാടോ? ഇടപാടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഞാൻ മറ്റേ ഭാഷ ചോദിക്കാം. അതല്ല. എങ്കിൽ പിന്നെ ചോദിച്ചതിന് മറുപടി പറയടോ. അവര് ശ്രീദേവി മിസ്റ്റർ റൊസാരിയുമായി അടുപ്പത്തിലായിരുന്നല്ലോ. അവര് പിന്നെ കെട്ടുകയും ചെയ്തു. അതുകൊണ്ട്. എന്താ താനെന്നെ ചരിത്രം പഠിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് ആ ഡ്രാമയിൽ റോൾ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. എനിക്കെന്ത് റോൾ? നിങ്ങൾ ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ടില്ലേ? വൈ ഷുഡ് ഐ? അവളെ ആംഗ്ലോ ഇന്ത്യൻ ചെറുക്കനെ കെട്ടിയത് നിങ്ങൾക്ക് മുഖത്തേറ്റ ഒരു അടിയായിരുന്നില്ലേ? എന്തായി പറയുന്നേ? അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അതും സക്സസ്ഫുൾ ആകാതെ വന്നപ്പോ നിങ്ങൾ ആ കുടുംബം കലക്കാൻ വേണ്ടി അതും ഇതും പറഞ്ഞു കൊടുത്ത് അവർക്കുണ്ടായ പയ്യന്റെ മനസ്സിരിക്കാൻ നോക്കിയിട്ടില്ലേ? അതും പോരാഞ്ഞ് ഒരു ക്രിമിനൽ സൈക്കോപാത്ത് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും നിങ്ങൾ ചെയ്തിട്ടില്ലേ? കൊലപാതകം ഉൾപ്പെടെ. ഇല്ല. മര്യാദയ്ക്ക് ചോദിക്കാൻ നിനക്കും നേര് പറഞ്ഞുകൊണ്ടല്ല കഴിവറണം പറയും. ഞാൻ പറയാം. വിജയ, ഞങ്ങളെല്ലാവരും അന്ന് ശ്രീദേവിയുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവൾ അതിന് ഭർത്തായിരുന്നു താനും. ഒരു പ്രേമം ഉണ്ടായിരുന്നുകൊണ്ടുകൂടിയായിരിക്കണം അവൾ ഞങ്ങളെ ഇഗ്നോർ ചെയ്യായിരുന്നു. ഒരുമാതിരി ഇഗ്നോറിങ്. ഞങ്ങൾക്കത് പിന്നെ വാശിയായി. ചെറുപ്പത്തിന്റെ ഉച്ചിരും പണത്തിന്റെ ധാരാളിത്വം. ഞങ്ങൾ വെച്ച കെണിയിൽ അവൾ വന്നു വീണു. വീണ് കഴിഞ്ഞപ്പോ പകയുടെ ആധിക്യം കൊണ്ടുള്ള കണ്ണ് കാണായ്മയും മദ്യത്തിന്റെ പുളപ്പും ഞങ്ങൾ അവളെ റേപ്പ് ചെയ്യായിരുന്നു. ഗ്യാങ് റേപ്പ്. ഞങ്ങളെന്ന് പറയുമ്പോ ഞാനും കുവൈറ്റ് മണിയും വാസുദേവും ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. ജോയി നല്ല ജോലി ചെയ്തിരിക്കുന്നു. ആ ഒരു പീരീഡിൽ അവിടെ പഠിച്ചിരുന്നതിൽ കിട്ടാവുന്നവരുടെ മുഴുവൻ ഡീറ്റെയിൽസും പുള്ളി സംഘടിപ്പിച്ചോളാം. ഇങ്ങേരിപ്പോ എന്ത് ചെയ്തിരിക്കുന്നു? വിട്ടു. പക്ഷേ പുള്ളിയുടെ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. ക്രിസ്റ്റിയോ? ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. പുള്ളിയെ ഇപ്പൊ ഫ്രീ ആയിട്ട് മൂവ് അറൗണ്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ടൊരു കരയോട് അടുക്കുന്നു എന്നൊരു തോന്നല്. പക്ഷെ ഇനിയിപ്പോ വൈകിച്ചാൽ ആകെ പ്രശ്നമാവും. മൊത്തം സ്ലിപ്പാവും. ഒന്നും സ്ലിപ്പാവൂല. ഞാൻ ഇന്നലെ ഒരു ഏട് വായിക്കുന്ന ആളെ പോയി കണ്ടു. കണ്ണു കാണാത്തൊരു വയസ്സൻ. അവരുടേത് പിന്നെ വേറൊരു ഭാഷയൊക്കെ ആണല്ലോ. ആണല്ലോ. ഹലോ, എസ് പി ഹിയർ. സർ. ഞാനിപ്പോ അങ്ങോട്ട് വരാം സാർ.
ഐ ജി ആയിരുന്നു. എന്തേ? ക്രിസ്റ്റി അവൻ പിന്നെയും നമ്മുടെ കസ്റ്റഡിയിൽ ചാടിപ്പോയി. അയ്യോ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ആ പേഷ്യന്റിനെ അങ്ങോട്ട് മാറ്റിയത്? അപ്പോഴേ ഞാൻ പറഞ്ഞതാ അവിടെ സെക്യൂരിറ്റി കുറവാണെന്ന്. എന്നിട്ട് തന്നെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇങ്ങനെ ഇതിപ്പോ എങ്ങനെയോ പത്രക്കാർ മണത്തറിഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പേ മനോരമ എന്നാണ് പറഞ്ഞ ഒരുത്തരെ അവിടെ വിളിച്ചിരുന്നു. എന്നിട്ട് ഞാൻ പിടികൊടുത്തില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. പക്ഷെ എത്ര നേരം ഒതുക്കാൻ വെക്കും? പത്രക്കാരല്ലേ, അവന്മാരെ എവിടുന്നേലും ചൂടിന് എടുത്തുകൊള്ളും. നിങ്ങൾ നോക്കിക്കോ, നാളെ രാവിലെ എല്ലാ പത്രത്തിലും കാണും. ഇല്ല ലെറ്റ് ലൂസ്. ഛേ, നാണക്കേട്. ശരിക്കിപ്പോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ കുപ്പായ അഴിപ്പിച്ചു വെച്ച് ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ നിർത്തുക. അതുകൊണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കാക്കാമല്ലോ. അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഗവൺമെന്റിനും പറഞ്ഞേക്കാൻ ഒക്കില്ല. സാർ, ഞാൻ ഈ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏൽക്കുന്നു. അതിന്റെ പേരിൽ സസ്പെൻഷൻ അല്ല, സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പിരിയാൻ പോലും എനിക്ക് മടിയില്ല. ഇറ്റ്സ് മൈ ഫോൾട്ട്. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരു 2 ദിവസം, ഏറിയാൽ 3 ദിവസം, അത്രയും കൂടെ കുപ്പായ എൻ്റെ ദേഹത്ത് കിടന്നോട്ടെ. ആവശ്യമുള്ളതുകൊണ്ടാ, അതിനനുവദിക്കണം. അത് കഴിഞ്ഞ് എന്ത് വേണം ചെയ്തോളൂ. ഈവൻ ഡിസ്മിസൽ, ഐ വോണ്ട് കെയർ. ഈ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാ പരാതികൾക്കും സമാധാനം ഉണ്ടാക്കും. ഇറ്റ്സ് മൈ ബിലീഫ്, മൈ കോൺഫിഡൻസ്. 2 ദിവസത്തിനുള്ളിൽ സോൾവ് ചെയ്തില്ലെങ്കിൽ? ഇല്ലെങ്കിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ചിലപ്പോൾ ഈ ഭൂമുഖത്ത് തന്നെ കാണില്ല. കില്ലറിന്റെ അടുത്തേറെ ഞാനായിരിക്കും. എന്നിട്ടിപ്പോ എന്തായി? അവൻ അവിടെ നിന്നും ചാടി. ഡോക്ടർ ശബരിനാഥ് വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ സാർ വന്നിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ആകെ വരണ്ടിരിക്കുക. ഏതോ പത്രക്കാർ ഫോട്ടോഗ്രാഫേഴ്സിനും കൊണ്ട് അവിടെയും ചെന്നിരുന്നു. നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് പടമൊന്നും എടുക്കാതെ വരട്ടി വിട്ടു. ഷെടാ, ഇവിടെ പിന്നെ ഫോൺ കോളിന്റെ ബഹളമാണ്. മുഴുവൻ തെറിയായിരിക്കും. ആ, ആളുകളുടെ ഇടയിൽ പെട്ടെന്നൊരു ഭയം, ഒരുതരം ടെറർ. ഒരുപാട് പേര്, പ്രത്യേകിച്ച് പ്രായമുള്ളവർ, പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും പറഞ്ഞ് എഴുതി തന്നു കഴിഞ്ഞു. പിന്നെ മെറ്റങ്ങേര് വിളിച്ചിരുന്നു, ആ ഫിലിപ്പ് തെന്നലക്കൽ ജോർജ്. വിളിച്ചിരുന്നോ സാർ? എന്നിട്ട്? പുള്ളി ആകെ വരണ്ടിട്ട് ഒരുതരം വട്ടിലായില്ല. അങ്ങേര് പറയണത് അടുത്ത ടാർഗറ്റ് അയാളായിരിക്കുമെന്ന്. അതുകൊണ്ട് ഉടനടി പോലീസ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ. ജോയ് എന്ന് പറഞ്ഞു. ഞാനെന്ത് പറയാനാ, സാർ വന്നിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. മറ്റാർക്കും എന്ത് സംരക്ഷണം കൊടുത്താലും ജോയി ഫിലിപ്പ് തെന്നലക്കൽ ജോർജിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട.